കോട്ടയത്തെ അല്ലെങ്കിൽ കേരള മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കൂട്ട ആത്മഹത്യയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചലാറ്റിൽ ചാടി അഡ്വക്കേറ്റ് കൂടിയായ ജിസ്മോൾ തോമസും 2 പിഞ്ചോമനകളും മക്കളായ നേഹ, പൊന്നു എന്നിവരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വളരെ ദാരുണമായ, വളരെ ദുഃഖമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അമ്മയായ ജിസ്മോൾ തോമസ് ഹൈക്കോടതി അഭിഭാഷക കൂടിയാണ്. അവരുടെ 2 പിഞ്ചോമനകൾ, പൊന്നു, നേഹ എന്നു പേരുള്ള 2 പിഞ്ചോമനകളെയും കൂട്ടിയാണ് ആ അമ്മ മീനച്ചലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതൊന്നും ഇപ്പോൾ വെളിവായിട്ടില്ല. സാമ്പത്തികപരമായിട്ടാണെങ്കിലും നല്ല ഭദ്രതയുള്ള നല്ലൊരു സമ്പന്ന കുടുംബമാണ് ജിസ്മോൾ തോമസിൻ്റേത്. മാത്രമല്ല ഹൈക്കോടതിയിലെ വളരെ പേരുകേട്ട ഒരു അഭിഭാഷക കൂടിയാണ് അവർ. രാഷ്ട്രീയത്തിലും വളരെ സജീവമായിരുന്ന ജിസ്മോൾ തോമസ് മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എല്ലാവരെയും നല്ല നല്ല ഉപദേശങ്ങളാലും മറ്റുമൊക്കെ പ്രചോദിപ്പിച്ചിരുന്ന ഒരാൾ കൂടിയായ ജിസ്മോൾ തോമസ് എന്തുകൊണ്ടാണ് പറക്കമുറ്റാത്ത 2 പിഞ്ചോമനകളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത് എന്നാണ് ഇവിടെ ആർക്കും അറിയാൻ പാടില്ലാത്തത്. നാട്ടുകാർ എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കാരിത്താസിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ആരുടെയോ മരണം എന്ന രീതിയിൽ അറിഞ്ഞുകൊണ്ട് കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മൃതശരീരമാണ് എന്ന് ഒരാളിവിടെ പറയുകയുണ്ടായി. അത്രത്തോളം ദാരുണമാണ് ഈ ഒരു സംഭവം, അത്രത്തോളം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഈ ഒരു സംഭവം. വാങ്ങാൻ പോയപ്പം ഇതുണ്ടായിരുന്ന പറഞ്ഞു, ചെറിയൊരു അനക്കങ്ങളുണ്ടായിരുന്ന പറഞ്ഞു. ഇപ്പം എന്താണ് അവസ്ഥ? ഇപ്പം ബോഡി കാരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മരിച്ചല്ലേ? മരിച്ചു, 3 പേരും മരിച്ചു. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി, പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റി. അവിടം വരെ അറിയാം. കാരിത്താസിൽ തന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്നത്? അതെ അതെ. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണോ? അതെ അതെ. ഇദ്ദേഹം കണ്ടി ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു മരണപ്പെട്ടവരെ കൊണ്ടുവന്ന് അറിഞ്ഞ് നോക്കുമ്പോൾ ഇവരാ ഭാര്യയും മക്കളുമാണ്. ആ സാഹചര്യം ആരെങ്കിലും ചിന്തിക്കാൻ പറ്റും. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, സാമ്പത്തികപരമായും മറ്റും ഒരു തരത്തിലുള്ള ഞെരുക്കമുള്ള ബുദ്ധിമുട്ടുകളുള്ള ഒരു കുടുംബമല്ല. നാട്ടുകാരും അതുതന്നെയാണ് പറയുന്നത്. മാത്രമല്ല രാഷ്ട്രീയത്തിലും അതുപോലെ അഭിഭാഷകയായുള്ള ജീവിതത്തിലുമെല്ലാം വളരെ മോട്ടിവേറ്റഡായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു ജിസ്മോൾ എന്നും ആളുകൾ പറയുന്നു. അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആത്മഹത്യ, അതും പിഞ്ചോമനകളോടൊപ്പം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നതാണ് എല്ലാവർക്കും ഞെട്ടിക്കുന്ന ഒരു സംശയമായി തുടരുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താണെന്ന് ഉള്ളൊരു അവ്യക്തത നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം നമുക്ക് പൊതുവേ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സാമ്പത്തികപരമായിട്ട് സമ്പന്ന കുടുംബം, കുട്ടികളുണ്ട്, ജോലിയുണ്ട്, ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. പിന്നെ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ. എന്താണ് ജിസ്മോൾ തോമസിൻ്റെ ഭർത്താവിലേക്കും സ്വാഭാവികമായ രീതിയിൽ സംശയങ്ങൾ വരുന്നുണ്ട് എങ്കിലും അദ്ദേഹവുമായി കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവിടെ ഒരാൾ പറഞ്ഞത്. പക്ഷേ അതെല്ലാം എത്രത്തോളം വിശ്വസനീയമാണ് എന്നറിയില്ല. പിന്നെ എന്താ ഇങ്ങനെ വന്നതെന്നൊന്നും അറിയത്തില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട ഒരു സാഹചര്യം നിലവിൽ ആ കുടുംബത്തോ അല്ലെങ്കിൽ പൊതുവായിട്ട് അവരിൽ പ്രകടമായി കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടാവേണ്ട സാഹചര്യം ഇല്ല. പിന്നെ എന്താണെന്ന് അറിയത്തില്ല. അന്തർഗ്രാഹ്യമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ നമുക്കറിയാൻ പറ്റത്തില്ല. അവരുടെ അങ്ങനെ ഒരു പൊതുവായ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കാരണം മറ്റ് സാമ്പത്തിക ബാധ്യതകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. തൊഴിൽ ബന്ധങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും. പിന്നെ ഉള്ളിൻ്റെ അകത്ത് എന്തെങ്കിലും ആന്തരിക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. കാരണം അതൊന്നും പ്രകടമല്ല. എന്തായാലും നാട്ടിൽ വളരെ സജീവമായിരുന്ന അവരെല്ലാം വളരെ സജീവമാണ്. അവരമ്മായിമാണെങ്കിൽ ഇവിടുത്തെ സ്കൂളിലെ ടീച്ചറായിരുന്നു. അച്ഛനാണെങ്കിൽ അമ്മയച്ചനാണെങ്കിൽ ഇവിടെ ബസ് സർവീസ് ഉള്ള ആളായിരുന്നു. ഇപ്പോൾ ഈയിടെ അടുത്ത കാലത്താണ് ബസ് വിറ്റത്. എങ്കിലും ആ പയ്യന് ജിമ്മി ആണെങ്കിലും വളരെ സോഷ്യലായിട്ട് എല്ലാവരും ഇടപെടുന്ന ആളാണ്. യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവേണ്ട ഒരു കാര്യവും ഇല്ല. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാണോ പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ വരാറ്? ഭർത്താവ് ഇന്ന് സമയം കിട്ടത്തില്ല. ഭർത്താവ് ചില പരിപാടിക്ക് ഞായറാഴ്ചയ്ക്കാണെങ്കിലും ചിലപ്പോഴേ വരുള്ളൂ. ഭാര്യ നമ്മുടെ ഇവിടുത്തെ പരിപാടി ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസമായിരിക്കും. സമയമുള്ള അനുസരിച്ച് കുട്ടികളുമായിട്ട് ചിലപ്പോൾ വരാറുണ്ട്. മൊത്ത കുട്ടിയായിട്ട്. മക്കളുമായിട്ട് എങ്ങനെയായിരുന്നു? ഭർത്താവിനാണ് കൂടുതലായിട്ട് മക്കളായിട്ട് കണ്ടിട്ടുള്ളത്? എങ്ങനെയായിരുന്നു? ഭർത്താവ് ഞായറാഴ്ച ദിവസമല്ലേ ഉള്ളൂ ഇവിടെ. കർത്താവ് ഇവിടെ സിവിൽ എഞ്ചിനീയർ ആയിട്ടാണല്ലോ. അപ്പോൾ അതിന് ഞായറാഴ്ച ദിവസം ഒക്കെ അവർ ഒരുമിച്ചൊക്കെ ഇവിടെ വഴി നടക്കാനും ഒക്കെ വരാറുണ്ട്. പക്ഷേ ചേട്ടന് പ്രത്യക്ഷത്തിൽ ചേട്ടനൊരു പ്രശ്നമുള്ളതായിട്ട് ഒന്നും പ്രശ്നമില്ല. വളരെ സോഷ്യലാണ്, വളരെ സന്തോഷകരമായിട്ടാണ് അവർ നടന്നുകൊണ്ടിരുന്നത്. യാതൊരു പ്രശ്നം കാര്യം നമുക്കറിയത്തില്ല. ഉണ്ടാവേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. പിന്നെ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും സത്യം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് അറിയണമെന്ന്.
വളരെ പെട്ടെന്ന് തന്നെ എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് 2 പെൺമക്കളുമായി പിഞ്ചോമനകളുമായി ആത്മഹത്യ ചെയ്തത് എന്നതിനുള്ള കാരണം വെളിവാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സംഭവം നടന്നതിന് ശേഷം വീട് പരിശോധിച്ചപ്പോൾ ഹാർപ്പിക് പോലുള്ള കീടനാശിനികൾ ഉപയോഗിച്ച് ഛർദ്ദിച്ച് ഇട്ടിരിക്കുന്നതായ ദൃശ്യങ്ങൾ കണ്ടു എന്ന് ഒരാൾ പറഞ്ഞിരുന്നു. പക്ഷേ അതൊരു വീഡിയോ ബൈറ്റായി തരാൻ അയാൾ തയ്യാറായില്ല. അതുമാത്രമല്ല, ജിസ്മോളുടെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു എന്ന അഭ്യൂഹങ്ങളും നിലവിലുണ്ട്. പെട്ടെന്ന് തോന്നിയ ഒരു തീരുമാനം കൊണ്ടാണ് ഇത്തരത്തിൽ കാണിച്ചത് എന്നും പറയുന്നവരുണ്ട്. കാരണം ഇത് വെൽ പ്ലാൻഡ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ വളരെ ആസൂത്രിതമായി തന്നെ വിഷം കഴിക്കാനും മറ്റുള്ള കാര്യങ്ങളിലേക്കും കടന്നേനെ. ഇത് വീടിനുള്ളിൽ തന്നെയുള്ള കാര്യങ്ങളും മറ്റും വെച്ചാണ് ഒരു ആത്മഹത്യക്ക് ഇവർ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ അതിനെല്ലാം ശേഷം അത് പരാജയപ്പെട്ടതുകൊണ്ടോ ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭയങ്ങളുള്ളത് കൊണ്ടോ അറിയില്ല, അവർ മീനച്ചലാറിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ജീവനുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതും വളരെ സംശയാസ്പദമായ ഒരു കാര്യമാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കുറിപ്പ് നമ്മൾ വായിച്ചതാണ്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഒരു പരാതിയുമായി വന്നിരുന്നെങ്കിൽ എന്നുള്ള തരത്തിൽ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത്തരത്തിൽ കുട്ടികളെ അടക്കം ബലിയാടുകളാക്കിയുള്ള ആത്മഹത്യകൾ എന്തിനാണ് എന്നൊരു ചോദ്യമാണ് ബാക്കിയാവുന്നത്. അത്രത്തോളം മാനസികപരമായി ജിസ്മോള് സമ്മർദ്ദം, പീഡനങ്ങൾ ഒക്കെ അനുഭവിച്ചിരുന്നു എന്നതും ചോദ്യമാണ്. ഭർത്താവിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. വളരെ സൗമ്യനാണ്, ശാന്ത സ്വഭാവമുള്ളവനാണ്, ആരോടും ഒരു പ്രശ്നത്തിനും പോകാതെ ഒതുങ്ങി ജീവിക്കുന്നവനാണ് എന്നെല്ലാമാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഭർത്താവിൻ്റെ ജോലിസ്ഥലമായ കാരിത്താസ് ഹോസ്പിറ്റലിലാണ് ജിസ്മോളെയും കുട്ടികളെയും മരണശേഷം കൊണ്ടുപോകുന്നത്. അവിടെ നിന്നാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരം. നാടിനെ നടുക്കിയ ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം, സത്യാവസ്ഥ അറിയാൻ വേണ്ടി ജനങ്ങളെല്ലാവരും തന്നെ ഉറ്റുനോക്കുകയാണ്. പോലീസ് വളരെ കറകളഞ്ഞ രീതിയിൽ തന്നെ അന്വേഷണം നടത്തുമെന്നും ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അതെല്ലാം നീക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.